ആകാശക്കാഴ്ചകൾ മനുഷ്യന് എപ്പോഴും ആശ്ചര്യവും അത്ഭുതവുമാണ്. അത്തരമൊരു അപൂർവ കാഴ്ചയ്ക്കാണ് വാനനിരീക്ഷണ കുതുകികൾ കഴിഞ്ഞ ദിവസം സാക്ഷികളായത്. സുനിത വില്യംസ് അടക്കം 7 ഗഗനചാരികൾ വസിക്കുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം തിളക്കമേറിയ കാഴ്ച ഒരുക്കി കടന്നുപോയി. മാനത്തെ കൊട്ടാരമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ISS കഴിഞ്ഞ 1/4 നൂറ്റാണ്ടിലധികമായി മാനത്ത് നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ പലതവണ കടന്നു പോകാറുണ്ട്. വാനനിരീക്ഷണ കുതുകികൾക്ക് സ്ഥിരം കാഴ്ചയാണ് ഇതെങ്കിലും ഇത് കാണാത്തവരായി ഒട്ടേറെ പേരുണ്ട്. അത്തരക്കാർക്കുള്ള സുവർണാവസരമാണ് ചൊവ്വാഴ്ച കിട്ടിയത്. രാത്രി ഏതാണ്ട് 7:25 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം തെക്ക് പടിഞ്ഞാറൻ മാനത്ത് പ്രത്യക്ഷപ്പെട്ടു. തുടർന്ന് വടക്കുകിഴക്കൻ ദിശയിലേക്ക് നീങ്ങി. ശുക്രന്റെയും ചന്ദ്രന്റെയും സമീപത്തുകൂടി നീങ്ങി 7:30 വടക്ക് കിഴക്കൻ മാനത്ത് അപ്രത്യക്ഷമായി. കേരളത്തിൽ എല്ലായിടത്തും ഇത് കാണാമെങ്കിലും പ്രാദേശികമായി സമയത്തിൽ ഏതാനും സെക്കൻഡുകളുടെ മാറ്റമുണ്ടായിരുന്നു. ചിലയിടങ്ങളിൽ ഗ്രഹത്തെയും ചന്ദ്രനെയും മറച്ചുകൊണ്ടാണിത് കടന്നുപോയത്. മൊബൈലിൽ തളച്ചിടപ്പെടുന്ന ബാല്യകൗമാരങ്ങളെ ഒരു പരിധിവരെ പ്രകൃതിയുടെ ആകാശ കൗതുകങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഇത്തരം അനുഭവങ്ങളും പ്രവർത്തനങ്ങളും ഉപകരിക്കുമെന്ന് അമേച്ചർ വാനനിരീക്ഷകൻ സുരേന്ദ്രൻ പുന്നശ്ശേരി പറഞ്ഞു. കഴിഞ്ഞ 10-30 വർഷമായി ഏതാണ്ടൊരു ഫുട്ബോൾ സ്റ്റേഡിയത്തിന്റെ വലിപ്പമുള്ള ഈ ബഹിരാകാശ പേടകം ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിയിൽ നിന്ന് ഏതാണ്ട് 400 കിലോമീറ്റർ ഉയരെ മണിക്കൂറിൽ 27,000 കിലോമീറ്റർ വേഗതയിൽ. ഇത് അമേരിക്ക, ജപ്പാൻ, ബ്രിട്ടൻ തുടങ്ങിയ ഏതാണ്ട് 25ഓളം രാജ്യങ്ങളുടെ ഒരു സംയുക്ത സംരംഭമാണ്. ധാരാളം ആളുകൾ അതിൽ പോയിട്ട് നിരീക്ഷണങ്ങൾ നടത്തി തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോഴതിനകത്ത് നമ്മുടെ സുനിത വില്യംസ് അടക്കം 7 ഗഗനചാരികളുണ്ട്. ഇത് കൊച്ചുകുട്ടികൾക്കും പ്രായം ചെന്നവർക്കും ഒക്കെ കൗതുകം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. 387 അടി നീളവും 240 അടി വീതിയും 89 അടി ഉയരവുമുള്ള ഈ പടുകൂറ്റൻ ആകാശക്കപ്പൽ ഭൂമിയിൽ നിന്നും ഏതാണ്ട് 400 കിലോമീറ്റർ ഉയരത്തിൽ മണിക്കൂറിൽ ഏതാണ്ട് 27,000 കിലോമീറ്റർ വേഗതയിലാണ് കുതിക്കുന്നത്. സുനിത വില്യംസ് അടക്കം 7 ഗഗനചാരികൾ ഇപ്പോൾ അതിലുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.